നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്താണ് ഇപ്പൊ ഈ അവിഹിതം എന്ന് പറയുന്ന ഒരു സംഭവം പോകുന്നത്. ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ വരന്തരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് കുഞ്ഞുമോനും ദിവ്യയും അവർ നല്ല സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി നല്ല പോലെ ജീവിച്ചു വന്ന ഒരു കുടുംബമാണ് ഇവരുടേത്. അവർ നല്ല രീതിയിൽ തന്നെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന ആൾക്കാരായിരുന്നു. ഇവർക്ക് വലിയ സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല, എങ്കിലും ഇവര് വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചു പോകുന്നത്. ഇവർക്ക് ഒരു മകനുണ്ട്, 11 വയസ്സുള്ള ഒരു മകനുമുണ്ട്. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഇവിടെ നടക്കുന്നത്. എന്താണ് സംഭവം എന്നുള്ളത് ഞാനൊന്ന് ചുരുക്കി പറയാം. ഈ പെൺകുട്ടി, അതായത് ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടി, ഇവര് തൃശ്ശൂരിൽ തന്നെ ഒരു സെയിൽസ് ഗേളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഈ കുഞ്ഞുമോനാണെങ്കിൽ വേറൊരു സ്ഥലത്തുള്ള ആളാണ്. ഇവിടെ വന്ന് ഈ വരന്തരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് ഇവിടെ ജോലി ചെയ്ത് ഇവരൊരു വാടക വീടൊക്കെ എടുത്ത് താമസിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വില്ലനായിട്ട് ഒരു ആൺ സുഹൃത്ത് കടന്നു വരുന്നത്. നമ്മൾ എപ്പോഴും കാണുന്നതാണ്, നമ്മൾ സിനിമകളിൽ കാണുന്ന പോലെ തന്നെയുള്ള രംഗങ്ങളാണ് ഇപ്പൊ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടി രാവിലെ ജോലിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വെളുപ്പിനെ പോവുകയാണ് ബസ്സിൽ